ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ തണ്ണീർമുക്കം ബണ്ട് വരെ വന്ന കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തണ്ണീർമുക്കത്ത് അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അവിടെ ഒന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പം ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം, പിന്നെ അല്ലെങ്കിൽ ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം കഴിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ ഓർഡർ ചെയ്തു. അപ്പം എപ്പോൾ ഏത് വഴി പോയിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പം ചായ എല്ലാം പറഞ്ഞു. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ പറഞ്ഞത് ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ബ്രെഡ് പൊരിച്ചത്. അപ്പോൾ ഞങ്ങൾ ബ്രെഡ് പൊരിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു, പിന്നെ ബജിയായിരുന്നു കേട്ടോ. അപ്പോൾ മുളക് ബജിയും കിട്ടും, മുട്ട ബജിയും കിട്ടും. മുളക് ബജിക്ക് കുറച്ച് ഒരു എരിവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് ബജി അധികം കഴിച്ചില്ല, മുട്ട ബജിയാണ് അധികം കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇച്ചുവിനെ പിടിക്കാനുള്ള അടിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. കുഞ്ഞാറ്റയും നന്ദക്കുട്ടനും കൂടെ ഇച്ചുക്കുട്ടീനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ കിടന്ന് അടിയാണ്. കുട പിടിക്കുകയും ഓരോ പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇച്ചു അതിൻ്റെ ഇടയ്ക്കൊന്ന് കരയുന്നുണ്ട്. എങ്കിലും കുഞ്ഞാറ്റയുടെ കയ്യിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയാണെങ്കിൽ എന്ത് ചെയ്താലും ബാക്കി ആരുടെ കയ്യിലും കൊടുക്കത്തില്ല, അവൾ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ നിൽക്കാനൊക്കെ ആണെങ്കിലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ബോട്ട് യാത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് യാത്രയ്ക്ക് ഇത് ആൾക്കാരൊക്കെ അതിലൂടെ കയറി നമുക്ക് കാണാൻ സാധിക്കും, അതിലൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദക്കുട്ടിന് ഭയങ്കര ആഗ്രഹം കേട്ടോ ബോട്ടിൽ കയറണം. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയാലോ എന്ന് കരുതി ഇതാ ബോട്ടിലേക്ക് പതുക്കെ കയറുവാണ് കേട്ടോ. അപ്പം 5 പേര് കയറുന്നതിന് 600 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നാണേലും ഒരു ബോട്ട് യാത്ര എടുത്തേക്കാമെന്ന് കരുതി ഇതാ കുഞ്ഞാറ്റയും പിന്നെ നമ്മുടെ കൂടെ വന്ന ചേട്ടനും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ്. പോയി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇതിലൂടെ വരുവാണെങ്കിലും ബോട്ട് യാത്രയ്ക്കൊന്നും പോകാറില്ല. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി നന്ദക്കൂട്ടം പറയുന്നതാണ് കേട്ടോ ബോട്ട് യാത്രയ്ക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ ഒരു നിർബന്ധത്താലാണ് കേട്ടോ നമ്മൾ ബോട്ട് യാത്രയ്ക്ക് കയറിയേക്കാമെന്ന് വെച്ചത്. അപ്പം 5 പേർക്ക് അവർ ചാർജ് ചെയ്യുന്നത് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ഉണ്ടായിരിക്കും റൈഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ റൈഡ് ഒന്ന് എൻജോയ് ചെയ്ത് നോക്കണം, എന്നാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സന്തോഷങ്ങൾ കയറി അതിൻ്റെ ബോട്ടിൻ്റെ കുറച്ച് മേളിലായിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമുക്കൊരു എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. പക്ഷേ സന്തോഷങ്ങൾ ഇങ്ങനെ പോകുന്നൊക്കെ ആയതുകൊണ്ട് അവിടെ കയറിയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ അവർ ജാക്കറ്റ് ഇടും കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ ഒരു സുഖമായിട്ട് ഇങ്ങനെ പോയിട്ട് വരാവുന്ന ഒരു നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. നമ്മുടെ ബണ്ടും അവിടുത്തെ കായലും കാഴ്ചകളും ഒക്കെ കാണാനാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് കേട്ടോ. ഇതിലിരുന്ന് ഇങ്ങനെ അവർ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പം പിന്നെ ഇവർ ഓടിക്കുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ 80-90 സ്പീഡിലാണ് കേട്ടോ ഇത് പോകുന്നത്. ശരിക്കും സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഫോണിങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇതെങ്ങാനും താഴെ പോവുമെന്ന്. അതുകൊണ്ട് പേടിച്ചാണ് കേട്ടോ പിടിച്ചത്. എങ്കിലും നമ്മൾ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ബോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു റൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തൊട്ടടുത്തോടെ ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ സ്പീഡ് ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിനി എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കരയിലുള്ളവർ വന്ന് എന്നാണേലും രക്ഷപ്പെടുത്തും കേട്ടോ. അതുപോലെ തന്നെ ജാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നല്ല സേഫാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ഇതിനകത്തോട്ട് കയറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 5 മെമ്പേഴ്സാണ് അവർ അലോ ചെയ്യുന്നത്. 5 മെമ്പേഴ്സിന് 600 രൂപ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട്. അപ്പം അവിടെ ഇരുന്ന് ആ കടയിൽ നിന്ന് ഞങ്ങളോട് ഒരു ചേട്ടനും ചേച്ചിയും പറഞ്ഞു കേട്ടോ, അത്യാവശ്യം അറിയാവുന്നവർ മാത്രം ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ചേട്ടന് നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇവിടെ ഇങ്ങനെ ഈ പാലത്തിൻ്റെ അടിയിലൂടെ നേരെ പോയിട്ട് തിരിഞ്ഞു വരുന്ന ഒരു 10 മിനിറ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന സമയമെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്നുള്ള രീതി ആയതുകൊണ്ടാണ് അവർ കുറച്ച് സ്പീഡിൽ ഇറക്കിയത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം നിന്നേനെ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് കയറിയിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്തത്. അപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിൽ കയറുന്നത് ഇത് നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം ഞങ്ങൾ കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ മുഖത്തൊക്കെ എല്ലാവരുടെയും മുഖത്തും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പക്ഷേ എല്ലാവരും അത് ടെൻഷനില്ലാത്ത രീതിയിൽ അങ്ങോട്ട് നിന്നു. പിന്നെ നമ്മളങ്ങോട്ട് യാത്ര എൻജോയ് ചെയ്തു കേട്ടോ. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും കൂടെ ആ ചേട്ടൻ നന്ന രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു ടെൻഷനോ ഒരു എക്സൈറ്റ്മെൻറ്റോ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര. ഇതുവരെ കിട്ടാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയാണെങ്കിലും നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ചേട്ടയുടെ കൂടെ വരുമ്പോഴാണെങ്കിലും നമ്മളിത് ട്രൈ ചെയ്യണമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം നന്ദക്കുട്ടൻ ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ പിന്നെ കരയുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലാതെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും യാതൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇറങ്ങാറുള്ള ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇറങ്ങാറുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ ചേട്ടൻ നല്ല രീതിയിൽ അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ എല്ലാവരും ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ ബോട്ടിലൊക്കെ കയറി നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴി അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചിക്കുട്ടി അവിടെ കിടന്ന് ഡാൻസ് കളിയും പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പം ഡാൻസ് കളിക്കുന്നു, കുഞ്ഞാറ്റ ചേച്ചിയുടെ അടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ കിടന്ന് തുള്ളുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇന്ന് ഉറങ്ങാൻ മടിയായിരുന്നു കേട്ടോ. ഇന്ന് പകലധികം സമയമൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴാണെങ്കിലും കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോ എടുത്തപ്പോഴത്തേക്കും നമ്മളെ നോക്കിയതാ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പാല് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പാലൊക്കെ കൊച്ചിന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. അപ്പം പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ബോട്ട് യാത്രയും തണ്ണീർമുക്കം ബണ്ടിൻ്റെ കാഴ്ചകളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പോകുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ പോകുന്നപ്പോഴത്തേക്കും മുട്ട, പിന്നെ ചെമ്മീൻ, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ആണെങ്കിൽ നല്ല അടിപൊളി താറാമുട്ട, അതുപോലെ അല്ലാത്ത കോഴിമുട്ട, അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റ ചേച്ചിയും ഇച്ചിക്കുട്ടിയായിട്ട് കുറേ നേരം വണ്ടിയിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇനി വീട്ടിലേക്ക് പോരുന്ന വഴി നമുക്ക് കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും കൂടെ വാങ്ങിക്കണമെന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മോങ്കലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി അവിടെ നിന്നൊരു ബജിക്കടയിൽ നിർത്തി കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ബജി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിവാസ് വേൾഡ്.